ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിറ്റ്കോയിൻ്റെ ആ ഒരു മാർക്കറ്റ് സൈക്കിളിൽ, അതായത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മാർക്കറ്റ് സൈക്കിളിൽ നമ്മൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഈ ഒരു ചാർട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ബിറ്റ്കോയിൻ്റെ $US പെയറിലുള്ള ചാർട്ടാണ്. ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററും ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ തവണ ഓരോ മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്തും സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഒരു ഓവർ സോൾഡ് കണ്ടീഷനിലേക്ക് പോയതിന് ശേഷം പ്രൈസ് അവിടെ ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ആയിട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ മന്ത്ലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, അതിനുശേഷം ആ ഒരു ഓവർ സോൾഡ് ഏരിയയിൽ നിന്ന് പ്രൈസ് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് വരുമ്പോഴാണ് പിന്നീട് ഒരു ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളതും ഒരു പുതിയ ഓൾ ടൈം ഹൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ബിറ്റ്കോയിൻ മൂവ് ചെയ്തിട്ടുള്ളതും കൃത്യമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെ 2014 നവംബർ 1 ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം 2014 നവംബർ 1 മുതൽ 2015 ഒക്ടോബർ 1 വരെ ഈ ഒരു സൈഡ് വേസ് ട്രെൻഡിലായിരുന്നു ബിറ്റ്കോയിൻ പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് പിന്നീട് ആ 2015 ഒക്ടോബർ 1 ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് കിട്ടുന്നതും ദെൻ ഇവിടെ സംഭവിച്ചിട്ടുള്ള പ്രൈസ് ആക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം 2018 മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് 2018 ഒക്ടോബർ 1 ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ താഴേക്ക് ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം 2019 മെയ് 1 ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയതും ദെൻ അവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ആൻഡ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2022 മെയ് മാസത്തിന് ശേഷമാണ് ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ തവണ ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് വന്നപ്പോഴുള്ള ആ ഒരു ഏരിയയാണ് ഞാനിവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ തവണയും ഈ ഒരു ഏരിയയ്ക്ക് ശേഷം പിന്നീട് പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് വേസ് ആയിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ആ രീതിയിൽ തന്നെയാണ്. ആൻഡ് ഇവിടെയും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു സൈഡ് വേസ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഈ സൈഡ് വേസ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രൈസ് താഴേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് അവിടെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2018 ഈ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് നൈസായിട്ടൊന്ന് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. നമുക്ക് ഈ ഒരു 30K എന്ന് പറയുന്ന ഒരു ലെവൽ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു 20K എന്ന് പറയുന്ന, അല്ലെങ്കിൽ 2080 19K എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2018 ഈ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുള്ള രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതായത് പ്രൈസ് ഈ രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കാഴ്ചവെക്കാനായിരിക്കും സാധ്യത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, കൃത്യമായിട്ട് ഇതുപോലെ തന്നെ വരുമെന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു 2018 ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടായിരിക്കും പ്രൈസ് ഇവിടെ നിന്ന് തിരിച്ച് കയറാനായിട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിരിച്ച് കയറുമെന്ന് നമുക്ക് നിലവിൽ പറയാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിൽ ബിറ്റ്കോയിൻ പെർഫോം ചെയ്തിട്ടുള്ള ആ ഒരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ, അതായത് ഈ ഒരു 18K വരെ അല്ലെങ്കിൽ 18-20K എന്ന് പറയുന്ന ആ ഒരു ഏരിയ വരെ പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോകില്ല എന്ന് ഉറപ്പ് പറയാനും ആർക്കും സാധിക്കില്ല. അതിനും ഇവിടെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. അത് അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ, ഈ ഒരു സപ്പോർട്ട് ഏരിയയും ബ്രേക്ക് ചെയ്ത് പ്രൈസ് താഴേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് അപ്പോൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രൈസ് ഇനി കുറച്ച് ദിവസം പ്രൈസ് ഒന്ന് സൈഡ് വേസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ മൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. മന്ത്ലി ടൈം ഫ്രെയിമിൽ ഈ രീതിയിൽ കൺജസ്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലും വീക്ക്ലി ടൈം ഫ്രെയിമിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലോട്ടും താഴോട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്കൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഞാനിതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററും ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ വന്നതിന് ശേഷം ഞാനവിടെ വീക്ക്ലി മൂവിങ് ആവറേജ് ഇടുന്നുണ്ട്. 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്ക്ലി മൂവിങ് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ തവണ ഈ ഒരു മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചിട്ടുള്ളത്. 2015 നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ പ്രൈസ് സപ്പോർട്ട് എടുക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2018 2019-18 ആ ഒരു സമയത്തും പ്രൈസ് ഈ രീതിയിലൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം 2020 പ്രൈസ് ഈ രീതിയിലൊരു സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ്
പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും പ്രൈസ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ രീതിയിലുള്ളൊരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്നുള്ളൊരു എന്താ പറയുക, ഇവിടെ നിന്ന് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. നമ്മൾ മുൻ വർഷങ്ങളിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും ഈ മുൻ വർഷങ്ങളിൽ ഈ മൂവിങ് ആവറേജിന് താഴേക്ക് പ്രൈസ് ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ പോയിട്ടുള്ള കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് 2020 കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു മൂവിങ് ആവറേജിൽ ടച്ച് ചെയ്തുകൊണ്ട് അപ്പോൾ തന്നെ തിരിച്ച് കയറണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പ്രൈസ് ചെറിയ രീതിയിലെങ്കിലും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ടോ ഒക്കെ പ്രൈസ് ഒന്ന് മൂവ് ചെയ്തതിന് ശേഷമായിരിക്കും പ്രൈസ് തിരിച്ച് മുകളിലേക്ക് പോകാനായിട്ട് സാധ്യതയുള്ളത്. അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2018 ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലേക്കുള്ള ഒരു ഇറങ്ങി വരവ് നമുക്ക് തീർച്ചയായിട്ടും അവിടെ പ്രതീക്ഷിക്കാനായിട്ടും സാധിക്കുന്നതാണ്. അവിടെ നിന്നായിരിക്കും പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടാനായിട്ട് സാധ്യത. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ ബൈ ചെയ്യാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു 20K എന്ന് പറയുന്ന 2018 അല്ലെങ്കിൽ ആ സമയത്തെ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് എന്ന് പറയുന്നത്. 20K മുതൽ ഒരു 18K വരെയുള്ള ഏരിയാസ് നമുക്ക് ആ ഒരു വളരെ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ആ രീതിയിൽ പ്രൈസ് ഇറങ്ങി വരാനായിട്ട് സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ നിന്നായിരിക്കും പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടാനായിട്ട് പോകുന്നത്. ഇനി ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. ഇതെല്ലാം ഞാനൊന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെയുള്ള ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ നമ്മളൊരു പാരലൽ ചാനൽ വരച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു പാരലൽ ചാനൽ ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ളത് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ആ രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതൊരു പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് ഔട്ട് അല്ലായിരുന്നു, അതൊരു ഫേക്ക് ഔട്ടായിരുന്നു. ആ ഫേക്ക് ഔട്ടിന് ശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് പോയിട്ടുള്ള കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും പോയിട്ടുള്ള കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഒരു ഏരിയ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഈ രീതിയിൽ വീണ്ടും നമുക്കൊരു പാരലൽ ചാനലിലൂടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പാരലൽ ചാനലിനകത്തായിരുന്നു പ്രൈസ് പോയിക്കൊണ്ടിരുന്നത്. ദെൻ വീണ്ടും ആ ഒരു പാരലൽ ചാനലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇവിടം മുതൽ തിരിച്ച് ഇവിടം വരെയുള്ള കാര്യങ്ങൾ വീണ്ടും അതുപോലെ തന്നെ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അതേ ചാർട്ട് പാറ്റേൺ തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇതേപോലുള്ള ഒരു പാരലൽ ചാനലിൽ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രൈസ് ഏത് രീതിയിലായിരിക്കും മൂവ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പ്രൈസ് ഇവിടെ മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏകദേശം ഒരു 20K വരെയുള്ള ഒരു ഇറങ്ങി വരവ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. മന്ത്ലി ടൈം ഫ്രെയിമിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ ഈ രീതിയിൽ ഇറങ്ങി വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ക്യാൻഡിലോ അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലോ അല്ലെങ്കിൽ ഫോർവേഡ് ടൈം ഫ്രെയിമിലോ ഒക്കെ ഇതുപോലെ ഒരുപാട് നോയ്സും കാര്യങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ചാർട്ട് പാറ്റേൺസ് നമുക്ക് ഈ ചെറിയ ടൈം ഫ്രെയിംസിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ഒരു ട്രെൻഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇവിടെ സംഭവിച്ചിട്ടുള്ള അതേ ചാർട്ട് പാറ്റേൺസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇവിടെ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള മറ്റൊരു പലരും തെറ്റിദ്ധരിക്കപ്പെട്ട് പലരും ട്രാപ്പിൽ പെടാനായിട്ട് സാധ്യതയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ, അതായത് ഒരു 30K വരെയൊക്കെ പ്രൈസ് കയറി തുടങ്ങുമ്പോഴേക്കും ആളുകൾ ഇത് ട്രെൻഡ് റിവേഴ്സലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ തുടങ്ങുമ്പോഴായിരിക്കും പ്രൈസ് വീണ്ടും താഴേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുകയും ഒരുപാട് പേരുടെ പൈസ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ഒരു മന്ത്ലി ടൈം ഫ്രെയിമോ അല്ലെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിലോ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു എൻട്രീസ് നിങ്ങൾ ബിറ്റ് കോയിനിൽ എടുക്കേണ്ടതായിട്ടുള്ളൂ. സ്റ്റിൽ ബിറ്റ് കോയിൻ നല്ലൊരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ബിറ്റ് കോയിൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. സോ ഈ രീതിയിൽ ഈ ഒരു ചാർട്ട് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഇത് തന്നെ സംഭവിക്കുള്ളൂ എന്നല്ല പറയുന്നത്. നമുക്ക് ഓൾറെഡി ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അനാലിസിസും കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അങ്ങനെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.